ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ ബുധനാഴ്ച തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാന ഒരുക്കങ്ങളുടെ തിരക്കിലാണ് നാടും നഗരവും. ഓണക്കോടിയും പൂക്കളും പച്ചക്കറികളും പലഹാരങ്ങളും മറ്റവശ്യ സാധനങ്ങളും വാങ്ങാൻ വിപണികളിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയതോടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളുമായി രാവിലെ മുതൽ തന്നെ ആളുകൾ വ്യാപാര കേന്ദ്രങ്ങളിലെത്തി. അവസാന നിമിഷത്തെ വാങ്ങലുകൾക്കായി ഉത്രാട ദിനത്തിൽ കടകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വസ്ത്രശാലകൾ, പച്ചക്കറി വിപണികൾ, പഴക്കടകൾ, പലചരക്ക് കടകൾ, പൂക്കടകൾ എന്നിവിടങ്ങളിലെല്ലാം തിരക്കേറി. ഓണക്കോടി വാങ്ങുന്നതായിരുന്നു പലരുടെയും പ്രധാന ലക്ഷ്യം. മുതിർന്നവർക്കും കുട്ടികൾക്കും പുതുവസ്ത്രങ്ങൾ വാങ്ങുന്നതിനൊപ്പം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകാനുള്ള സമ്മാനങ്ങളും വാങ്ങി. ഓണസദ്യയ്ക്ക് ആവശ്യമായ പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വാങ്ങാൻ കുടുംബങ്ങൾ എത്തിയതോടെ വിപണിയിൽ ഉച്ചയോടെ തന്നെ തിരക്ക് വർദ്ധിച്ചു. പൂക്കളത്തിനുള്ള പൂക്കൾക്കാണ് മറ്റൊരു പ്രധാന ഡിമാൻഡ്. വിവിധ നിറങ്ങളിലും ഇനങ്ങളിലുമുള്ള പൂക്കൾ വിപണിയിലെത്തിയിട്ടുണ്ട്. നാടൻ പൂക്കൾക്കൊപ്പം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിച്ച പൂക്കളും വിപണിയിൽ സജീവമാണ്. ഉത്രാട ദിനത്തിൽ പൂക്കൾ വാങ്ങാനെത്തിയവരുടെ എണ്ണവും വർദ്ധിച്ചു. തിരുവോണ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങളും വീടുകളിൽ സജീവമായി. പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വാങ്ങി വീടുകളിലേക്ക് മടങ്ങുന്നവരുടെ തിരക്ക് വിപണികളിൽ ദൃശ്യമായി. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സ്വീകരിക്കാനും ഓണസദ്യ ഒരുക്കാനുമുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് കുടുംബങ്ങൾ. ഉത്രാട ദിനമായതോടെ ഗതാഗത തിരക്കും അനുഭവപ്പെട്ടു. പ്രധാന നഗരങ്ങളിലും വ്യാപാര കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകളിലും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനുമായി വിവിധയിടങ്ങളിൽ പോലീസ് സംവിധാനവും സജീവമായിരുന്നു. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിനിടയിലും ഓണത്തിന്റെ സന്തോഷമാണ് ഓരോ മുഖത്തും. മാസങ്ങൾക്ക് ശേഷം കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന ആഘോഷത്തിന്റെ പ്രതീക്ഷയിലാണ് പലരും. നാട്ടിൽ നിന്നും വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരുമെല്ലാം സ്വന്തം നാടുകളിലേക്കും വീടുകളിലേക്കും എത്തുന്നതോടെ കുടുംബസംഗമത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങൾ കൂടിയാണ് ഓണം. ഉത്രാട ദിനത്തിലെ അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മലയാളികൾ ഇനി തിരുവോണത്തെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ്. UTV ന്യൂസ്, പാലക്കാട്.